നമസ്കാരം. വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് BJP കളം പിടിക്കുമെന്ന് ഒരു പക്ഷം. മറുപക്ഷം പറയുന്നു എവിടെ BJP ഇവിടെയെങ്ങും ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ ഒരു ആ ഇൻ്റർവ്യൂ വായിക്കാനിടയായി. ആ ഇൻ്റർവ്യൂവിൽ അമിത് ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം അവർ ഉദ്ദേശിക്കുന്നത് കേരളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. എങ്ങനെ കേരളം പിടിക്കുമെന്നുള്ള ചോദ്യമായിരിക്കും. കാരണം ഇടതുപക്ഷത്തിന് ഒരു പ്രാമുഖ്യം നൽകിയുള്ള ഒരു ചിന്താഗതി തന്നെയാണ്. ഇത് മാറി മാറി വരുമ്പോൾ ഈസി വോക്ക് ഓവറിൽ UDF കയറിയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പല UDFിനേക്കാളും പല സ്ഥലങ്ങളിലും CPM-നും മുസ്ലിം ലീഗിനും തന്നെയാണ് വോട്ട് ഷെയർ ഒക്കെ ഉള്ളത്. അവിടെ ഏതൊരു ചുണ്ണാമ്പിനെ കൊണ്ടുവന്നിട്ടാലും ജയിക്കുമെന്നുള്ളൊരു അവസ്ഥയുള്ളത് അത് ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിനും CPM-നുമാണ്. കോൺഗ്രസിന് അത്രത്തോളം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി ഉണ്ടെങ്കിലും അതവിടെ ഇരിക്കട്ടെ. ഇനി BJPയുടെ കാര്യമാണല്ലോ. BJPയുമായിട്ട് CPM കൈകോർക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനും വളരെ അഭേദ്യമായ ബന്ധം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമുള്ളതാകില്ലേ? അവർക്ക്, അതായത് BJPക്ക് ഇവിടെ കേരളം പിടിക്കണം. കേരളം പിടിക്കുന്നതിന് വേണ്ട തന്ത്രങ്ങൾ അവർ മെനയുക തന്നെ ചെയ്യും. അല്ലാതെ ആജീവനാന്തം ഇവർ തമ്മിൽ ഒരു ടൈപ്പിൽ പോകുമെന്ന് നമുക്ക് കരുതാൻ പറ്റും. അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. എല്ലാവർക്കും അവരവരുടേതായ താല്പര്യങ്ങളുണ്ട്. അത് സ്വാഭാവികമായും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകും. ഈ BJPക്ക് കേരളം നേടാനാവില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഒറ്റയടിക്കൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ചെയ്യാനുള്ള, അതായത് കേരളം പിടിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. കാരണം 2014 കേരളത്തിൽ BJPക്ക് ലോക്സഭയിൽ നൽകിയത് 11% വോട്ടായിരുന്നു 2014. 2019 അത് വന്ന് 16% ആകുന്നുണ്ട്. 2024 അത് 20% ആകുന്നുണ്ട്. ഇതൊരു BJP മുന്നേറ്റം തന്നെയല്ലേ? അത് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കാര്യങ്ങൾക്ക് നേരെ മനഃപൂർവ്വം കണ്ണടച്ചു പിടിക്കലാം. കാര്യങ്ങൾക്ക് നേരെ മനഃപൂർവ്വം കണ്ണടച്ചു പിടിക്കലല്ല രാഷ്ട്രീയ രാഷ്ട്രീയ വിശകലനം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു അറിവ് എന്നുള്ളത്. നമ്മൾ കാര്യങ്ങളെ കാര്യമായി തന്നെ വിശകലനം ചെയ്യുകയും അതിനെ സമ്മതിക്കേണ്ടതിനെ അത് സമ്മതിക്കുക തന്നെ വേണം. ഇനി BJP കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2014 മുൻപ് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിലനിന്ന സ്ഥിതിയാണ് ഇപ്പോഴും കേരളത്തിൽ എന്നുള്ളതാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ. അതായത് അഴിമതി, സ്വജനപക്ഷപാതം, പ്രീണനം ഇവയൊക്കെ കേരളത്തിൽ ഉണ്ട് എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അവർ കണക്ക് കൂട്ടുന്ന കാര്യം ഇല്ല എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് പറയാൻ പറ്റും? രാഷ്ട്രീയ വിശ്വാസികൾക്ക് അവർക്ക് മനഃപൂർവ്വമായിട്ടെങ്കിലും പറയണം, അയ്യോ അതൊന്നുമില്ല, അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. പക്ഷെ അത്തരത്തിലല്ല. സാധാരണക്കാരന് അറിയാം. പണ്ടത്തെ പോലെ എല്ലാം കണ്ണും അടച്ച് വിശ്വസിക്കുന്ന ഒരു രീതി ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കില്ല. അതെ, സാധാരണക്കാരന് എന്ന് പ്രത്യേകം എടുത്തു തന്നെ പറയണം. അവരാണല്ലോ ഏറ്റവും അധികം വോട്ട് കുത്തുന്നത്. അല്ലാതെ പാർട്ടി അനുഭാവികളുടെ വോട്ട് ഷെയറിങ് മാത്രമല്ലല്ലോ ഒരു ഭരണകൂടം ഉണ്ടായി വരുന്നത്. 2026 NDA സർക്കാർ രൂപീകരിക്കും അല്ലെങ്കിൽ NDAക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതൊക്കെയാണ് അമിത് ഷാ പറഞ്ഞു വെക്കുന്ന കാര്യം. അതായത് 2026 എന്ന് പറയുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് ഓർക്കണം. അപ്പം ഇതുവരെ BJP എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ BJP ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി RSS ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ വിലയിരുത്താനായിട്ട്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർ 21,000 സ്ഥലങ്ങളിലാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന് കൂടി അമിത് ഷാ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 25% വോട്ടാണ് ലക്ഷ്യമിടുന്നത്. 2026 പ്രധാന രാഷ്ട്രീയ കക്ഷിയാകാൻ അതൊക്കെ തന്നെ ധാരാളമായിരിക്കും. കോൺഗ്രസ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായി വരുന്നത്. കോൺഗ്രസ് ഒരു പ്രധാന മുന്നണിയായിട്ട് വരും എന്നുള്ളത്, UDF ഒരു പ്രധാന മുന്നണിയായിട്ട് വരും എന്നുള്ളത് ആരും കണക്ക് കൂട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും. അദ്ദേഹം ഒരുപക്ഷെ ഒരു MLA ഒക്കെ ആയിട്ട് ബാക്കിയുള്ള കാലം തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോകുമായിരിക്കും. അതല്ലാതെ രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറി അടച്ചുപൂട്ടി ഇരിക്കത്തൊന്നുമില്ലല്ലോ. അപ്പം ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ
കൂടുതൽ ഒന്നും അവിടെ പറയാനുമില്ല, ചെയ്യാനുമില്ല VD സതീശന് എന്നുള്ളതാണ്. ഇവർക്ക് പറയാനായിട്ട്, അതായത് BJPക്ക് ചൂണ്ടിക്കാണിക്കാനാണോ കാര്യങ്ങളില്ലാത്തത്? നമ്മൾ പറയും ED കൊണ്ട് വേട്ടയാടുന്നു എന്നൊക്കെ പറയും, പക്ഷെ അതൊന്നുമല്ല. ED കൊണ്ട് വേട്ടയാടുന്നു എന്ന് പറയുന്ന നമ്മൾ തന്നെ പറയും ഇവർ തമ്മിൽ, അതായത് BJPയും CPM തമ്മിൽ അവിശുദ്ധ ബന്ധമാണ്. അവിശുദ്ധ ബന്ധം പ്രത്യേകം ഓർക്കണം. എന്നിട്ട് ഈ അവിശുദ്ധ ബന്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നത് ED കൊണ്ട് വേട്ടയാടിക്കുന്ന അതൊരു കപട നാടകമാണ് എന്നൊക്കെ പറയും. ഇത് ഇവർ പറയും. ഒരു വശത്ത് കോൺഗ്രസ് പറയും CPM BJP അലയൻസ് എന്ന് പറയും, CPM പറയും കോൺഗ്രസ് BJP അലയൻസ് ആണ് എന്ന് പറയും. ഇത് ഏത് വിശ്വസിക്കണം എന്നുള്ളത് ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഇനി BJPയെ സംബന്ധിച്ചാണെങ്കിലോ ഈ രണ്ട് പാർട്ടികളെ കൊണ്ടും അതായത് രണ്ട് പാർട്ടികളെ കൊണ്ട് അവർക്ക് നേട്ടമാണ്, തലവേദന എന്നല്ല, രണ്ട് പാർട്ടികളെ കൊണ്ടും നേട്ടമാണ്. കാരണം രണ്ട് പാർട്ടികൾക്കും ഈ പറയുന്നത് പോലെ ഒരുപാട് അഴിമതികളുടെ കഥകളുണ്ട്. അത് കേന്ദ്രത്തിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ചില പിണറായിയുടെ അഴിമതി കഥകളിലേക്ക് നമുക്ക് പോവാം. ഈ അഴിമതി രാഷ്ട്രീയ വിരോധം കൊണ്ട് വേട്ടയാടുന്നു എന്ന് പറയുന്നതിന് അമിത്ഷാ പറയുന്ന മറുപടി എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള തിരിച്ചൊരു ചോദ്യമാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ഒരു കേസിൽ കേരള ഹൈക്കോടതി തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞത് ഹൈക്കോടതിയാണ്. അത് രാഷ്ട്രീയ വിരോധം കൊണ്ടാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമിത്ഷായുടെ ചോദ്യത്തിൽ കഴമ്പില്ലേ? അത് രാഷ്ട്രീയ വിരോധം കൊണ്ടാണെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? അതായത് കേന്ദ്രം ഭരിക്കുന്ന ഒരു ഭരണകൂടം ഒരു അന്വേഷണം പുറപ്പെടുവിക്കുമ്പോൾ മാത്രം അതിനെ എന്താ പറയുക, രാഷ്ട്രീയ വിരോധം എന്നുള്ള വാക്കുകൊണ്ട് വെറുതെ എതിർത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം. LDF സർക്കാരിൻ്റെ അഴിമതിക്കഥ എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാപ്പാടമാണ്. ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും അത്യാവശ്യം TV ഒക്കെ കണ്ടിരിക്കുന്ന പ്രായത്തിലുള്ള പറയാനറിയുന്ന ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തൊക്കെയാണ്? എക്സാലോജിക് ഒരു കാര്യം, കോഓപ്പറേറ്റീവ് ബാങ്ക് അഴിമതി, അതായത് ഈ കരുവന്നൂർ ബാങ്ക് അഴിമതിയാണ്. മറ്റൊന്ന് AI ക്യാമറ അഴിമതി. അതായത് എക്സാലോജിക്ക് പൊങ്ങുമ്പോൾ AI ക്യാമറയുടെ കാര്യം താന്നു പോവും, കരുവന്നൂർ പൊങ്ങുമ്പോൾ AI ക്യാമറ താന്നു പോവും. പിന്നെ ലൈഫ് മിഷൻ ഉണ്ട്, K-ഫോൺ ഉണ്ട്, PPE കിറ്റ് അഴിമതി ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട ലിസ്റ്റാണ്. ഏറ്റവും ഒടുവിൽ അമിത്ഷാ പറയുകയാണ്, എന്തിനാണ് അധികം പറയുന്നത്, ഒരു കേസിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗം തന്നെ പ്രതിസ്ഥാനത്താണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുകയാണ്. ഇനി അതിലും വലിയ വേറൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് പറയുന്നത്, ഈ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്താണ്. സ്വർണ്ണക്കടത്തിനെ കൊണ്ടുണ്ടായിട്ടുള്ള പുകില് നമുക്കറിയാം. സ്വപ്ന സുരേഷിനെ ബാംഗ്ലൂരിലിട്ട് നെട്ടോട്ട ഓടിച്ചതും ഒടുവിൽ പിടികൂടിയതും, സ്വപ്ന സുരേഷിന്റെ വെടിപൊട്ടിക്കലും, സ്വപ്ന സുരേഷിന് മെസ്സേജ് അയച്ചവരും, ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കടത്ത് നടത്തിയതും, ഖുറാനിൽ സ്വർണ്ണക്കടത്ത് നടത്തിയെന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പുകില്, എന്തെല്ലാം രാഷ്ട്രീയ നാടകങ്ങൾ ഇവിടെ കണ്ടു. ഇതിനെക്കുറിച്ച് അന്വേഷണം വരുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇനി UDF മോശമാണോ എന്ന് കൂടി അമിത്ഷാ ചോദിക്കുന്നുണ്ട്. 100 കോടിയുടെ ബാർ അഴിമതിയുണ്ട്, സോളാറുണ്ട്, പാലാരിവട്ടം പാലം അഴിമതിയുണ്ട്. അങ്ങനെ നിവർന്ന് കിടക്കുകയാണ് BJPക്ക് പറയാനുള്ള കാരണങ്ങളൊക്കെയും. അപ്പോൾ ഇതിലെല്ലാം ഒരു തീർപ്പ് കൽപ്പിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ പറയാം ഇത് രാഷ്ട്രീയ വിരോധമാണ്, എനിക്കിതിൽ പങ്കില്ല, ഇത് മനഃപൂർവ്വം കേരളം പിടിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ളത് അമിത്ഷായുടെ ആ ഇന്റർവ്യൂ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. വെറുതെ ഒരു കാര്യം പറയുകയല്ലോ. ഒരു കേന്ദ്രമന്ത്രി വന്നിരുന്നു കൊണ്ട് വെറുതെ ഒരു കാര്യം ഒരിക്കലും പറയില്ല. അദ്ദേഹം പറയണമെങ്കിൽ അതിന് ഫാക്ട്സ് ഉണ്ടാകണം. ഫാക്ട്സ് ഇല്ലാതെ ഒരു കേന്ദ്രമന്ത്രി വന്നിരുന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കേൾക്കും? അതൊന്നുമില്ല, ഒന്ന് പോടുകയെന്ന് പറയും. അപ്പോൾ ഈ ഒരു അഴിമതികൾ മുന്നിൽ നിൽക്കുന്നത് BJPക്ക് കേരളത്തിലേക്ക് വരാനുള്ള ഒരു കാരണമായി മാറാൻ സാധ്യതയുണ്ട്. അതിനുള്ള വഴി തുറന്നിട്ടത് ഇരു മുന്നണികളും തന്നെയാണ്. അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ പൊടിപാറും. ഏതാണ്ട് 21,000 സ്ഥലങ്ങളിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 21,000 സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട് BJP. 25% വോട്ട് നേടാനുള്ള ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർ സജീവമാക്കിയിട്ടുണ്ട്.
അമിത്ഷായാണ് പറഞ്ഞത് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുണ്ട്, പ്രതിസ്ഥാനത്താണ്. അപ്പോൾ അതിൽ ഒരു തീർപ്പുണ്ടാകും. അത് ഈ പറയുന്നത് പോലെ ബാന്ധവം ഉണ്ടാകുന്നത് കൊണ്ടൊന്നുമല്ല, അതിന് കൃത്യമായ രീതിയിൽ തന്നെ നടപടിക്രമങ്ങളിലൂടെ തന്നെ തീർപ്പുണ്ടാകും. അതിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് കാണാം. എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകുമെന്നറിയില്ല. പ്രധാന ഏറ്റുമുട്ടൽ BJPയും ഈ പറയുന്ന CPM തമ്മിലായിരിക്കുമെന്ന് അമിത്ഷായുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്.